ഹായ്, മൈ നെയിം ഇസ് ലിജോ. ആലപ്പുഴയാണ് സ്ഥലം. ആക്ച്വലി ഞാനൊരു IT കമ്പനി വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോഴായിരുന്നു ഓസ്ട്രേലിയയിലെ വർക്ക് ഹോളിഡേ വിസ സബ് ക്ലാസ് 462 ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യും. ഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ വിസ ബാലറ്റിൽ സെലക്ഷൻ കിട്ടി. പക്ഷേ ആക്ച്വലി അതിന് ശേഷമാണ് അതിൻ്റെ മെയിൻ പാർട്ടിലോട്ട് കിടക്കുന്നത്, വിസ ഡോക്യുമെൻറ്റേഷനും വിസ പ്രൊസീജിയറും. ആ സമയത്ത് വേണ്ടത് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള മാരേജിൻ്റെ ആയിരിക്കും വേണ്ടിയിരുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഫ്യൂ ഏജൻസിനെ കിട്ടിയെങ്കിലും ആ ഒരു ത്രൂ ഔട്ട് ദ പ്രൊസീജിയർ വന്നപ്പോൾ എനിക്കത് ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഏവിയസ് ഓസ്ട്രേലിയയുടെ ഒരു കോൺടാക്റ്റിന് കിട്ടുകയും അവരാണ് കോൺടാക്റ്റ് ചെയ്തത്. സ്റ്റാർട്ടിങ് ടു എൻഡ് ആ ഒരു A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വിസ പ്രൊസീജിയർ ആണെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും അവർ പറഞ്ഞു തന്നു. ഒരു സം പോയിൻ്റ് എത്തിയപ്പം എനിക്കെന്നൊരു പേടി വന്നു, എനിക്ക് ഈ വിസ കിട്ടുമോ എന്നൊരു ടെൻഷനൊക്കെ വന്നു. ആ സമയത്ത് വിനായക് സാറായിരുന്നു എൻ്റെ ഡോക്യുമെൻറ്റേഷൻ പാർട്ടൊക്കെ നോക്കിയിരുന്നത്. പുള്ളി എനിക്ക് ഇപ്പം ആഫ്റ്റർ അവരുടെ വർക്കിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും പുള്ളി എനിക്ക് കുറേ ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. ലൈക്ക് പറഞ്ഞു തരും, എല്ലാം ഓക്കെ ആവും, മോട്ടിവേഷനൊക്കെ തരുമായിരുന്നു. ചെറിയൊരു ഡൗട്ടാണെങ്കിൽ പോലും പുള്ളി എനിക്ക് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ആൻഡ് പിന്നെയും ലക്കിയായിട്ട് തോന്നി വിസ എനിക്ക് ഗ്രാൻഡ് ആയപ്പം. ഇനിയുള്ള ആഫ്റ്റർ പ്രൊസീജിയർ ആണെങ്കിലും എനിക്ക് ഏവിയസ് ഓസ്ട്രേലിയ വഴി ചെയ്യാനാണ് ആഗ്രഹം. സോ നിങ്ങൾക്കും ഞാനത് റെഫർ ചെയ്യുന്നു. ഇവരുടെ വെബ്സൈറ്റ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു.